ആ, ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൊളുത്തിയ ഒരു തീ ചെന്നെത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തന്നെ പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടും കൂടി അന്വേഷണ വഴികളിൽ എത്തി നിൽക്കുന്നു എന്ന ഒരു ഉത്തരവുമായിട്ടാണ്. നമുക്കറിയാം, ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ അതിസമ്പന്നനോ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് വലിയ സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചു കൂട്ടിയ ഒരാളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം, അദ്ദേഹം ഉന്നയിച്ച പ്രസ്താവനകൾക്ക് പിന്നിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമില്ല എന്ന് തന്നെ പറയാൻ വേണ്ടിയാണ്. ബൈക്കിലാണ്, ഇരുചക്ര വാഹനത്തിലാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ എത്തിക്കൊണ്ടിരുന്നത്. രോഗികൾക്ക് അത്രയും രോഗികളുടെ കൂടെ നിന്ന് പരിചരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി അവരെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ളത് ഡോക്ടർ ഹാരിസ് ചെയ്തിരുന്നു. പക്ഷേ വീണ ജോർജിന്റെ, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു കുറ്റസമ്മതത്തോടെ മെഡിക്കൽ കോളേജ് വിഷയം കെട്ടടങ്ങുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സർക്കാരിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും? ഇത് കെട്ടടങ്ങുകയല്ല നീതു. ഇത് അദ്ദേഹം കൊളുത്തി വിട്ടതൊരു ചെറിയ തീയാണെങ്കിലും ഇത് വലിയ സ്ഫോടനശേഷിയുള്ള ഒരു പക്ഷെങ്കില് കേരളത്തിലെ സർവ്വ മെഡിക്കൽ കോളേജുകളെയും മറ്റേ ജില്ലാ താലൂക്ക് ആശുപത്രികളെയും ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പലർക്കും തുറന്നു പറയാനുള്ള മടിയായിരുന്നു. മടി എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഭയം കൊണ്ടാണ്. അവര് സുരക്ഷിതമായിട്ട് കഴിയുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് അനാവശ്യമായിട്ട് സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ട് പലരും തുറന്നു പറയാൻ മടിക്കുമായിരുന്നു. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞത് മുമ്പ് സൂചിപ്പിച്ച ഡോക്ടറേക്കാൾ വ്യത്യസ്തരാണ്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആനുകൂല്യങ്ങളും പൈസായും ഒക്കെ മേടിച്ച് കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ അങ്ങ് ജീവിതകാലം കഴിച്ചു കൂട്ടുന്ന, സർവീസ് കാലം കഴിച്ചു കൂട്ടുന്ന ആളുകളാണ്. ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ്. മുമ്പ് നീത് സൂചിപ്പിച്ചു തന്നെയാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച് എല്ലാം മെറിറ്റിൽ തന്നെ അഡ്മിഷനോടുകൂടി സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച് സാധാരണക്കാരുടെ ജീവിതം കണ്ട് അവരോടൊപ്പം ഇടപഴകി ജീവിച്ചൊരു ഡോക്ടറാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ സങ്കടമാണ്. അദ്ദേഹം ആ പോസ്റ്റ് വായിച്ചപ്പോഴേ പറഞ്ഞില്ല, സങ്കടപ്പെടാത്ത ഒരൊറ്റ മലയാളി പോലും ഉണ്ടാകുമെന്ന് തോന്നില്ല. അത്ര ഹൃദയസ്പർശിയായ വാക്കുകളാണ് അദ്ദേഹം അതിനകത്ത് ആ പോസ്റ്റിൽ കുറിച്ചിരുന്നത്. 365 ദിവസം ജോലി ചെയ്തിരുന്നു. എന്നാലോചിച്ച് നോക്കി, യൂറോളജി സർജനാണ് അദ്ദേഹം. യൂറോളജി വിഭാഗത്തിലെ സർജനാണ്, വകുപ്പ് മേധാവിയുമാണ്. അദ്ദേഹം പറയാ, ഞാൻ 365 ദിവസവും ജോലി ചെയ്യുമെന്ന്. നമുക്ക് ചിന്തിക്കാനൊക്കെ, ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനൊക്കുന്ന കാര്യമാണ്. അങ്ങനെ ജോലി ചെയ്ത ഒരാളാണ്. അതേപോലെ തന്നെയാണ് മുമ്പേ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ ഒരു മകന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരുവനന്തപുരം കണ്ണാശുപത്രി ക്യൂ നിന്നു. അദ്ദേഹത്തിന് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഫോൺ കോൾ മതി, അല്ലേ? അദ്ദേഹം കേരളത്തിലെ എത്രയോ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത അധ്യാപകനാണ്, പ്രൊഫസറാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ മതിയായിരുന്നു. പക്ഷെ അതിന് പോലും തയ്യാറല്ല. അതേപോലെ സഞ്ചാരത്തെ കുറിച്ചും സൂചിപ്പിച്ചല്ലോ. ഒരു ബൈക്കിലാണ് അദ്ദേഹം പോകുന്നത്. വരവും പോക്കും ഒക്കെ ഒരു ബൈക്കിലാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാനൊക്കെ, ഒരു സർക്കാർ ഡോക്ടറെ കുറിച്ച്, ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടറെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് തന്റെ സങ്കടം. അദ്ദേഹം അതങ്ങ് വിളിച്ചു പറഞ്ഞ് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു മാർഗവുമില്ല. എന്റെ മുമ്പിൽ എന്റെ ടേബിളിൽ കിടക്കുന്ന രോഗികളുടെ മുഖമാണ്, അവരുടെ കണ്ണീരാണ്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് വിളിച്ചു പറയുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തിരുത്തൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് എല്ലാ സർക്കാർ ഓഫീസുകൾ സംവിധാനങ്ങളിലും ഞാൻ കയറി ഇറങ്ങി. അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച് എന്റെ ചെരുപ്പ് തേഞ്ഞു പോയി. എല്ലാ MBBS-ഉം ഇത്ര യോഗ്യതയുള്ള ഒരു ഡോക്ടർ സർക്കാർ സംവിധാനത്തിലുള്ള ഈ 10ാം ക്ലാസ് പ്രീ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളെ മുഴുവൻ സാറേ എന്ന് വിളിച്ച് അവരുടെ മുമ്പിൽ, ഫയലുകൾക്ക് മുമ്പിൽ നിന്ന് കരയുകയാണ്. തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാനത് പുറത്തു പറഞ്ഞെന്നാണ് പറയുന്നത്. അത് പുറത്തു പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മന്ത്രിയെ സൂചിപ്പിച്ചിരുന്നു. മന്ത്രിയോടെ പ്രൈവറ്റ് സെക്രട്ടറി അവരാണല്ലോ ഭരണക്കാരെന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്രട്ടറിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെയാണ് ഭരണക്കാര്. മന്ത്രിമാർക്ക് വലിയ റോളൊന്നും ഉണ്ടോന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മളല്ലേ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ തൊട്ടിപ്പുറത്ത് മുറിയിരുന്നുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി കാണിച്ചു കൂട്ടിയത് എന്തെല്ലാമാണ്. ഫയലുകളൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലാം അദ്ദേഹം തന്നെ കാണുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ കാണുന്നു, ഒപ്പിടുന്നു, വിടുന്നു. അവസാനം ചെന്ന് കുഴി വീണ് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്, ഇല്ലേ? മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ വീഴ്ത്തിയല്ലേ അദ്ദേഹം.
അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പൊ നമ്മുടെ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി, ഒരു പക്ഷെങ്കിൽ ആരോഗ്യമന്ത്രി അറിഞ്ഞു കാണുകയില്ലായിരിക്കാം. പക്ഷെ പ്രൈവറ്റ് സെക്രട്ടറി അറിയിച്ചു, PS നെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. PS നെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ല. PS നെ അറിയിച്ചാൽ സ്വാഭാവികമായിട്ട് മന്ത്രിയെ അറിയിക്കണം. ഇനി അറിയിച്ചോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹം പറഞ്ഞത് നിവർത്തിയില്ലാതെ തുറന്നു പറയാനുള്ള കാരണം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയക്ക് വന്ന സർജറിക്ക് വന്ന ഒരു രോഗിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള ഒരു രോഗിയാണ് എന്റെ മുമ്പിൽ സർജറിക്കായി വന്നത്. ആ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മളൊന്നും കുറ്റം പറയരുത് അതിനെ കുറിച്ച്. അതിനെ നമ്മൾ അടച്ചാക്ഷേപിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല ഈ പറയുന്നത്. അവിടെ ഒരുപാട് സർവീസുകൾ കിട്ടുന്നുണ്ട്, ധാരാളം രോഗികൾക്ക് പിന്നെ സൗജന്യമായ ചികിത്സയും അല്ലാത്തതും എല്ലാം കിട്ടുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങൾക്കും ഇത് താങ്ങാൻ പറ്റുന്നില്ല. അതിന് താങ്ങാനാവാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് അതിനിടയിൽ ചില പുഴുക്കുത്തുകളും ഉണ്ട്. അത് കൂടെ നമ്മൾ കേൾക്കുന്നില്ലേ, അവിടുത്തെ യന്ത്രങ്ങൾ, ഇപ്പൊ MRI സ്കാനിങ് യന്ത്രമാണെങ്കിൽ എക്സ്റേ യന്ത്രം, ഇടയ്ക്കിടയ്ക്കെല്ലാം ഇത് കേടാകുകയാണെന്നാണ് പറയുന്നത്. രാവിലെ രോഗികൾ വരുമ്പോഴത്തേക്ക് യന്ത്രങ്ങളെല്ലാം കേടാവും. പിന്നീട് അവർക്ക് എന്താ മാർഗം? അവര് തൊട്ടടുത്തുള്ള സ്വകാര്യ ലാബിലേക്ക് ഓടി. അപ്പൊ ചില ഡോക്ടർ വിദ്വാന്മാരുണ്ട്, ഹാരിസിനെ പോലെ അല്ലാത്ത ഒരുപാട് വിദ്വാന്മാരുണ്ടല്ലോ ഈ കാര്യത്തിൽ. അവരെല്ലാം കുറിച്ചു കൊടുക്കും, ഇന്ന ലാബിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറയുക. അപ്പൊ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് അവിടെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു കറക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഡോക്ടർ ഹാരിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാരനെ അന്നൊരു ഉപകരണം, പിന്നെ സർജറി സംബന്ധമായ ഉപകരണം വേണമായിരുന്നു. അതിനിപ്പോ 42,000 രൂപയാണ് വില. 42,000 രൂപ വിലയുള്ള ഉപകരണമാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യം ഇത് ചില രോഗികൾക്കൊക്കെ എഴുതുന്ന കാലത്ത്, ഒരു വർഷം മുമ്പ് എഴുതുന്ന കാലത്തിന് 31,000 32,000 ഉണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് അതിന്റെ വില 42,000 കൊണ്ട് കൂടിയിരിക്കുകയാണ്. അതടക്കം അവിടെ വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനത്തിനും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സും ടെസ്റ്റുകളും നടത്താനെന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ആലോചിച്ച് നോക്കി, നമ്മൾ പഴയ ധർമാശുപത്രികളാണ്, മഹാരാജാവിന്റെ കാലത്തൊക്കെ പണിഞ്ഞ ധർമാശുപത്രികളാണ്. അതിൽ നിന്ന് എവിടെ വരെ പോയിരിക്കുന്ന ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ച്. അതാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. പക്ഷെ അത് ചിലർക്ക് നന്നായിട്ട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയാണ്. നമ്മൾ മറ്റൊരാളായിരുന്നുവെങ്കിൽ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് പിന്തുണ ഏറി. ആദ്യത്തെ ദിവസം അദ്ദേഹത്തെ കൊന്നുകളയാം എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കുക, അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വുള്ള ആളാണ്. ഒരു CPM അനുഭാവിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ അളിയൻ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ അംഗവും മറ്റുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളുകളാണ്, അവരാണ് പ്രതിഷേധിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന് 56 വയസ്സോ മറ്റോ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുറച്ചു കാലം കൂടെ ഉള്ളല്ലോ എന്നൊക്കെ കൊണ്ട് ആകാം. എന്തായാലും കൊള്ളാം, അദ്ദേഹത്തെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചെയ്തില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ നേരം മുളക്കുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണൂരോ കാസർഗോട്ടോ വല്ലതും പോയിരുന്നേനെ. അത്തരം കാര്യങ്ങളും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം കൊളുത്തിവിട്ടുണ്ടല്ലോ, അത് പടരും. അത് കണ്ണൂർ, കേരളം മുഴുവൻ പടരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പിന്നെ അപ്പോഴും തന്നെ നമ്മുടെ സംവിധാനങ്ങൾ, ഒരാളൊരു വിഷയം സീരിയസ് ആയിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സിസ്റ്റം അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ സിസ്റ്റം എന്നുള്ള വാക്ക് എന്റെ അല്ല കേട്ടോ, നമ്മുടെ വാക്കാണ്. ആരോഗ്യമന്ത്രി ഇന്നലെ ഒന്ന് പറഞ്ഞ വാക്കാണ് സിസ്റ്റം ആണ്, സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എന്താ അരൂപിയായ എന്തോ ഒരു വസ്തുവാണ്. നമ്മളൊക്കെ ഈ ഇതിനകത്തിലൊക്കെ മെസ്സേജ് ഒക്കെ നമുക്ക് വരത്തില്ലേ, ദിസ് ഈസ് എ സിസ്റ്റം ജനറേറ്റഡ് മെസ്സേജ്, അതുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതല്ലാതെ എന്ത് സിസ്റ്റമാണ്? സർക്കാർ സിസ്റ്റത്തെ കുറിച്ചാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളതാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? എന്താണെന്നത് ഒരു വ്യക്തത അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ഈ സിസ്റ്റത്തിനെ പഴിചാരിക്കൊണ്ട് അങ്ങനെ രൂപമില്ലാത്ത ഒരു വസ്തുവിനെ പഴിചാരിക്കൊണ്ടാണ് മന്ത്രി പറയുന്നത്. ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്നത് ഇതിന്റെ ഈ വികസന സമിതികളും ഒക്കെ ഉണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ സമിതികളുടെ അംഗീകാരം വേണം. അവിടുന്ന് സൂപ്രണ്ട് കാണണം, സൂപ്രണ്ട് കണ്ടിട്ട് പ്രിൻസിപ്പൽ ഒപ്പിട്ടിട്ട് അങ്ങനെയൊക്കെയാണല്ലോ ഇത് പോകുന്നത്. ഈ ഒരു ഫയല് കടന്ന് മിക്കവാറും 5-6 മാസവും 1 വർഷമൊക്കെ കറങ്ങി തിരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞത്, അദ്ദേഹം ആദ്യം ശുപാർശ 10,000 രൂപ വിലയുള്ള യന്ത്രം ഇപ്പൊ 42,000 രൂപയെ. അടുത്ത വില എവിടെ പോയി നിൽക്കുമെന്നും അറിയാൻ വയ്യ. അപ്പൊ അങ്ങനെ ഒരു മുട്ടുസൂചി വാങ്ങണമെങ്കിൽ പോലും ഈ സിസ്റ്റത്തിനകത്ത് പോകത്തുള്ളൂ എന്നാണ് മന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. സത്യമാണ്, അതിനകത്തൊരു സത്യമുണ്ട്, വളരെ കാര്യമായ കാര്യം തന്നെയാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജയകുമാർ സാർ, K. ജയകുമാർ IAS, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്, കവിയാണ്,
എല്ലാ തരത്തിലും തിരുവനന്തപുരത്തും പിന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. ചീഫ് സെക്രട്ടറി ആയിരുന്നു കേരളത്തിന്റെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് നടൻ ബഹദൂറിന് ഒരു പെൻഷൻ അനുവദിക്കണമായിരുന്നു. നമ്മുടെ ബഹദൂർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അടൂർ ഭാസിയോടൊപ്പം ആ പഴയ കാലത്തുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരുകാരനായ കുഞ്ഞാലി എന്ന് വിളിക്കുന്ന നടൻ. അദ്ദേഹത്തെ കേരളത്തിൽ അറിയാൻ ആ ഒരു തലമുറ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം വരെ ജോക്കർ എന്നൊരു സിനിമയിൽ വരെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അദ്ദേഹം വളരെ അവശനായ സമയത്ത് ഒരു അവശ്യ കലാകാരന്മാരുടെ പെൻഷന് വേണ്ടിയിട്ട് അന്ന് ജയകുമാർ സാർ, അദ്ദേഹത്തിന്റെ അച്ഛൻ എം കൃഷ്ണൻ സംവിധായകനായിരുന്നു. ആ പരിചയം വെച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നു. ജയകുമാർ സാറിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ശുപാർശയിൽ എഴുതി, ഇത് ബഹദൂർ എന്നുള്ള നടനാണ്, ഇദ്ദേഹത്തിന് പെൻഷൻ അനുവദിക്കുക. ഈ താഴെ പോയി 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞ്, 5 മാസം കഴിഞ്ഞിട്ടൊന്നും പെൻഷൻ കിട്ടുന്നില്ല. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹദൂർ വീണ്ടും തിരിച്ചു വന്നിട്ട് ജയകുമാർ സാറിനോട് പറഞ്ഞു, ഇന്ന പോലെ സാർ എനിക്ക് ആ പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഉടൻ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചു, സൂപ്രണ്ടിനെയൊക്കെ വിളിപ്പിച്ചപ്പോൾ അതിൽ കുറി എഴുതിയിട്ടിരിക്കുകയാണ്, ഈ ബഹദൂർ എന്ന ആള് ഒരു സിനിമാ നടൻ ആണെന്നുള്ളത് കുറഞ്ഞ പക്ഷം ഒരു തഹസിൽദാർ, കേരളത്തിലെ ഒരു തഹസിൽദാരെങ്കിലും സാക്ഷ്യപ്പെടുത്തണം. നോക്കുക, അതിനെഴുതിയിരിക്കുന്ന നോട്ട് അതാണ്. ഇദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു എന്നുള്ളത് തഹസിൽദാരിൽ കുറയാത്ത ആള് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സർക്കാർ സർവീസിലുള്ള ഒരാളായത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ പറഞ്ഞില്ലയോ, ഞാൻ അയാളെ ഒരു അടി കൊടുത്തേനെ എന്ന് പറഞ്ഞു. ആ നോട്ട്, അത്തരത്തിലൊക്കെ നോട്ട് എഴുതുന്ന ആളുകൾ. എന്നിട്ട് അദ്ദേഹം തന്നെ, ജയകുമാർ സാറ് ചീഫ് സെക്രട്ടറി തന്നെ ആ ഫയലിന്റെ അടിയിൽ എഴുതി വെച്ചു, എന്റെ ഉത്തരവാദിത്വം, ഇദ്ദേഹം ഒരു സിനിമാ നടനാണ്, ഇദ്ദേഹത്തിന് പെൻഷൻ അനുഭവിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇങ്ങനെ ആയിരിക്കുന്നില്ല, അത്തരത്തിലൊരു വാചകം അദ്ദേഹം അതിനകത്ത് എഴുതി. അതിനുശേഷമാണ് അനശ്വരനായ നടന് പെൻഷൻ അനുവദിച്ചു കൊടുത്തത്. ഇതാണ് ഈ സിസ്റ്റം എന്ന് മന്ത്രി പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം, ഇപ്പം സിസ്റ്റം ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിന്റെ ആ വേദന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റം ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സൂചിപ്പിച്ചത്. അടിയന്തരമായിട്ട് ഉടൻ തന്നെ വലിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം എന്ത് പറഞ്ഞാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ സാക്ഷരതാ ക്ലാസ്സിലോ വയോജന വിദ്യാഭ്യാസം പോലെയൊക്കെയാണ്. എന്തോ പറഞ്ഞാലും പഠിക്കട്ടെ. പണ്ടായിരുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിട്ടിരുന്നത്. ഇപ്പൊ അത് മാറി ഞങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞ് വരട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ മുമ്പ് എന്നേത് സൂചിപ്പിച്ചത്, ഒരു 4 അംഗ കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം. അതിനകത്ത് 2 പേര്, ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാണ്, 2 കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പോ എന്തായാലും 2-3 ആഴ്ച അവർക്കൊരു പണി നടക്കാൻ പോകുന്നില്ല, അവരുടെ ജോലി തടസ്സപ്പെട്ടു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഇനി കാരണം ഇതിനകത്ത് സമയം വേണമല്ലോ, ഇതൊക്കെ എടുത്ത് പഠിച്ച് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ സമയം വേണം. അപ്പൊ കോട്ടയത്തും തിരുവനന്തപുരത്തെയും ഇതിനകത്ത് ചുമതലപ്പെട്ടവരുടെ കുറച്ച് ദിവസം പണി പോയി കിട്ടി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാകുകയാണ്. എന്തായാലും വരട്ടെ, നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുമല്ലോ, റിപ്പോർട്ട് വരട്ടെ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം, ഞാൻ വ്യക്തിപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടിടത്തോളം നമുക്ക് തോന്നുന്നത്, ഈ റിപ്പോർട്ടൊക്കെ വരുമ്പം ഡോക്ടർ ഹാരിസെ, ഇനിയും താങ്കളുടെ മുമ്പിൽ ഒരുപാട് ഇതുപോലെ താങ്കളുടെ മകന്റെയും മകളുടെയും അമ്മയുടെയും മുഖമുള്ള മനുഷ്യരൊക്കെ വന്നു വീഴും. താങ്കൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. താങ്കൾ നോക്കിക്കോളുക. ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഇതിനകത്തിലെ പ്രധാന കഥാപാത്രമായി വന്ന ആരോഗ്യമന്ത്രി അവരുടെ സ്വന്തം അസംബ്ലി മണ്ഡലമായ ആറന്മുളയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലായിരിക്കും. അന്ന് വന്നെങ്കിൽ, ഒരുപക്ഷെ 2027 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നെങ്കിൽ, ഒരു പക്ഷെങ്കിൽ അവരത് അതിന്റെ പ്രചരണത്തിലായിരിക്കും. അന്ന് അവരവിടെ പറയാൻ ഒരുപക്ഷെ ആറന്മുളയിൽ പറയുന്ന ഇതായിരിക്കും, സ്ഥാനാർത്ഥിക്ക് ടിക്കറ്റൊക്കെ കിട്ടണം കേട്ടോ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർ പറയുന്നത് കേരളത്തിലെ നമ്പർ 1 ആക്കിയ ആരോഗ്യരംഗത്ത് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിലേക്ക് നയിച്ച വീണ ജോർജിന് വോട്ട് ചെയ്യാന്നുള്ള അനൗൺസ്മെന്റും താങ്കൾക്ക് അവിടെ കേൾക്കാൻ പറ്റുമായിരിക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നമ്മളെ രാഷ്ട്രീയ കേരളത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാനും പറ്റുള്ളൂ. യെസ്, എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ കൊളുത്തിവിട്ട തീ അത് ആളിപ്പടരുകയാണ് എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഡോക്ടർമാരായവരെ തന്നെ അന്വേഷണത്തിന് നിയമിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ സിസ്റ്റം ശരിയല്ല, കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങളെയാണോ കുറ്റപ്പെടുത്തിയത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അവരാണ് ആരോഗ്യമന്ത്രി എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് അവരന്ന് ആ പ്രസ്താവന മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. സിസ്റ്റം ശരിയല്ല എന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ആശുപത്രികളിലും ഒക്കെ സമാനമായ സ്ഥിതിയാണുള്ളത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.